ഹലോ എവ്രിവൺ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. സോ നമ്മുടെ ധീര ജെയിലെ ക്ലാസ്സുകളൊക്കെ അടിപൊളിയായിട്ടാണ് എല്ലാവരും അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങളുടെ റെസ്പോൺസും അതുപോലെ തന്നെയാണ്. വളരെ സന്തോഷമുണ്ട് ഇത് കാണുമ്പോൾ. അപ്പം നമ്മുടെ ഈ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ തന്നെ പോകുന്നു എന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം മാത്തമാറ്റിക്സിനെ പറ്റി നമ്മളൊന്ന് പറയുകയാണെങ്കിൽ ഈ മാസം നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന 2 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, ഫണ്ടമെന്റൽസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇപ്പോൾ കറൻലി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ചാപ്റ്ററുമാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ 2 ചാപ്റ്ററാണ് ഈ മാസം കൊണ്ട് നമ്മൾ ഫിനിഷ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഓരോ മാസവും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് ഫൈനലി നമ്മുടെ ജനുവരി സെഷനിലുള്ള ജെഇ മെയിൻ നമുക്ക് നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഓരോ ചാപ്റ്ററും എങ്ങനെയാണ് കൂടുതലും ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതെന്ന് നമുക്കൊന്നുകൂടി ഒന്ന് നോക്കാം. സോ നമുക്കറിയാം ഫണ്ടമെന്റൽസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് നമ്മൾ കുറേ കോൺസെപ്റ്റുകൾ ഒന്നിച്ചാണ് ഫണ്ടമെന്റൽസിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് വരുന്നത് എന്താണ്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ്. സോ അതിനകത്ത് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ അരച്ച് കലക്കി കുടിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണെന്നും അതിൻ്റെ ഓരോ ടൈപ്പ് കണ്ടീഷനിലുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനകത്ത് നമ്മൾ പഠിച്ചെന്താണ്? ഇൻട്രൊഡക്ഷൻ ടു സെറ്റ്സ് ആണ്. സെറ്റ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ വന്നിരിക്കുന്നത് റിലേഷൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഈ ഫണ്ടമെന്റൽസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് ചെയ്തിട്ടുള്ളത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ. അപ്പം എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഭയങ്കര വലിയൊരു ചാപ്റ്റർ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം ചില സമയത്ത്. കാരണം 12 പാർട്ടായിട്ടാണ് നമ്മൾ പഠിപ്പിച്ചത് അല്ലേ. അപ്പോൾ എന്തുകൊണ്ട് ഇത്രയും ഈ 12 പാർട്ടായിട്ട് പഠിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബേസും വളരെ കൃത്യമായിട്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ നമുക്ക് ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും, നിങ്ങൾ സ്കൂളിൽ പഠിച്ച് മറന്ന പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഫണ്ടമെന്റൽസിൽ കൂടെ ഫസ്റ്റ് ബേസിക് മുതൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ചാപ്റ്റർ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാനും പറ്റിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ടത്. തിയറി വൺസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ക്വസ്റ്റ്യൻസിലാണ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് വന്നാൽ നമുക്കറിയാം മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ്. എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ജെഇക്കാവട്ടെ കീമിനായിക്കോട്ടെ ഏത് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചാപ്റ്ററും അതുപോലെ വളരെ സ്കോറിംഗ് ആയിട്ടൊരു ചാപ്റ്ററുമാണ് മെട്രിസസും ഡിറ്റർമിനൻസും. പഠിക്കാൻ വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്. എല്ലാ കോൺസെപ്റ്റും നല്ല രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് മാത്രം ഒന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി, ഈ ചാപ്റ്റർ സെറ്റാണ്. സോ ഫസ്റ്റ് 2 ചാപ്റ്ററും വളരെ എളുപ്പമുള്ള ചാപ്റ്ററുകളാണ്. അപ്പോൾ ഈ മാസം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ചാപ്റ്ററിൻ്റെ ഒരു കംപ്ലീറ്റ് റിവിഷൻ നിങ്ങൾ എടുക്കേണ്ടതാണ് കേട്ടോ. ഫണ്ടമെന്റൽസിൻ്റെ എടുക്കണം, അതുപോലെ തന്നെ മെട്രിസസ് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ നിങ്ങൾ എടുക്കണം. അപ്പോൾ എങ്ങനെയാണ് ഈ റിവിഷൻ എടുക്കുന്നത് അതും കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. ഞാൻ പറഞ്ഞായിരുന്നു ഓരോ ക്ലാസ് കാണുന്ന സമയത്തും അടുത്ത പാർട്ടിലേക്ക് പോകുമ്പോൾ, അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഓഫ് മെട്രിസസ് കഴിഞ്ഞാൽ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് നോക്കിയിട്ട് മാത്രമേ സെക്കൻഡ് പാർട്ടിലേക്ക് വരാവുള്ളൂ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബേസ് കംപ്ലീറ്റ് ആവുള്ളൂ. കാരണം ഓരോ പാർട്ടും പ്രീവിയസ് പാർട്ടിൻ്റെ തുടർച്ചയായിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം വിട്ട് കളയില്ല. ഇപ്പോൾ 1ാമത്തെ പാർട്ട് കണ്ടിട്ട് 4 പാർട്ട് കാണാതെ 5ാമത്തെ പാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ 6ാമത്തെ പാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൻ്റെ യാതൊരു കണ്ടിന്യൂറ്റി നിങ്ങൾക്ക് കിട്ടത്തില്ല. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ ജനുവരി സെഷനിലെ ജെഇ മെയിന് നല്ലൊരു പെർസെൻറ്റേജ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേടാൻ സാധിക്കും. അപ്പോൾ ഓരോ മാസവും ഇതുപോലെ ഓരോ ചാപ്റ്ററും എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ നമുക്കറിയാം ജെഇ മെയിൻ എന്ന് പറഞ്ഞ എക്സാം 2 ഫേസുകളായിട്ട് നടക്കുന്നത്. ഫസ്റ്റ് ഫേസ് ജനുവരി, സെക്കൻഡ് ഫേസ് ഏപ്രിലാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫേസിന് വേണ്ടി തന്നെയാണ് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. കാരണം ഫസ്റ്റ് ഫേസിൽ എഴുതുന്ന കുട്ടികൾക്കാണ് സാധാരണ പെർസെൻറ്റേജ് നല്ല രീതിയിൽ കിട്ടുന്നത്. അതൊരു ട്രെൻഡായിട്ട് നമ്മളിപ്പോൾ കാണുന്നുണ്ട്. സെക്കൻഡ് ഫേസിലേക്ക് വരുമ്പോഴത്തേക്കിന് ആപ്ലിക്കൻസിൻ്റെ എണ്ണം അതുപോലെ തന്നെ കോമ്പറ്റീഷൻ വളരെ കൂടുതലാണെന്ന് നമുക്ക് ജനറലി പറയാനായിട്ട് സാധിക്കും. പ്രോപ്പറായിട്ട് ഒരു കോച്ചിങ് ഇല്ലാതെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പേഴ്സൻറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, എത്താനായിട്ട് പറ്റില്ല. അപ്പം ഇപ്പോഴും നിങ്ങളൊരു പ്രോപ്പർ കോച്ചിങ് എടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടൊരു പഠനമല്ല നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ബാക്ക്ലോഗ്സ് ഒരുപാട് വരാൻ സാധ്യതയുണ്ട്. പിന്നെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ സീരീസ് ഓഫ് മോക്ക് ടെസ്റ്റുകൾ, അതായത് ഡിഫറെൻറ്റ് ടൈപ്പിൽ നമ്മൾ എക്സാംസ് പ്രാക്ടീസ് ചെയ്യുന്നതും വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പം വീടിൻ്റെ കംഫോർട്ട് സോണിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഓൺലൈനായിട്ട് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടൊരു ബാച്ചാണ് നമ്മുടെ സൈലത്തിൻ്റെ ധീര ജെഇ ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ബാച്ചിൽ ഇപ്പോഴും അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ജനുവരി ഫേസിലെ ജെഇ എക്സാം നല്ലൊരു കിടിലൻ പെർസെൻറ്റേജോടുകൂടി പാസ്സാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുക. സോ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ സീറ്റുകൾ വളരെ പരിമിതമായിട്ടാണുള്ളത്. സോ എല്ലാവരും തന്നെ പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. നമുക്ക് സൈലത്തോടൊപ്പം തന്നെ 1 വർഷം നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് ജെഇ മെയിൻ ക്രാക്ക് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.